ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്കെല്ലാം കണ്ണിന് കൗതുകമാകുന്ന ഒരു പൂവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ പൂ കണ്ടിട്ടുണ്ടോ? എല്ലാവരും താമര കണ്ടു കാണും, പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു താമരയാണ്. ഇത് ഒരു ടബിലാണ് ഞാൻ വളർത്തണേ. കണ്ടോ? ഇപ്പോൾ നല്ല ഭംഗിയാണ്. ഇത് രാവിലെ വിരിഞ്ഞ് ഇപ്പോഴും ഒന്ന് അണഞ്ഞ്, ഇതിപ്പോൾ വൈകുന്നേരമാണ്. അതിൻ്റെ അകം നല്ലൊരു കളറിലിരിക്കുക. നേരത്തെ വിരിഞ്ഞ പൂ ഇതിനേക്കാൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഡാർക്ക് റെഡായിരുന്നു. ഇപ്പോഴും കുറച്ച് ഇളം കളറായിപ്പോയി. എൻ്റെ മൂട്ടിലിതാ ആമ്പലും ഇട്ടിട്ടുണ്ട്. ആമ്പലും താമരയും ഒരു കുളത്തിൽ നിൽക്കും, പക്ഷേ 2 താമര ഒരു കുളത്തിൽ നിൽക്കത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം തന്നെ രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങൾ താമര നടുമ്പോൾ ഒരു കുളത്തിൽ 2 താമര നടാൻ പറ്റത്തില്ല. ഒരു ആമ്പലും ഒരു താമരയും. ആമ്പല് എത്ര വെറൈറ്റി വേണമെങ്കിലും ഒരു കുളത്തിൽ നിൽക്കും, പക്ഷേ താമരയാണെങ്കിൽ ഒരു വെറൈറ്റി മാത്രമേ നിൽക്കത്തുള്ളൂ. പിന്നെ നമ്മൾ വലിയ ടാങ്ക് കെട്ടിയിട്ട് അതിനകത്ത് ഇതുപോലെ ടബ് വച്ചിട്ട് അതിനകത്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 3-4 വെറൈറ്റിയൊക്കെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. അതും അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.